ഇതിപ്പോൾ എങ്ങനെ പറയാ? Tandläkare. ഇത് നമുക്ക് അടുത്തുള്ള ഡെന്റൽ കെയറിൽ പോയി രജിസ്റ്റർ ചെയ്യാം. അവിടെ ഒരു സ്റ്റോക്ക്ഹോം സിറ്റി ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ചെന്ന് സ്കൂളിൽ പോകാൻ വെച്ചു. ഐസ്ക്രീമും ഫ്രഞ്ച് ഫ്രൈസും ഫാൻറ്റിയും. വെരി ഹെൽത്തി ഫുഡ്. ഞാൻ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന്റെ At least 5 of these branches are on this. They name the murderer. ഇനി ഞെട്ടിപ്പിക്കുന്ന ഒരു കഥ പറയാം. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആവശ്യമുള്ള ഒരുപാട് സമയം. ആൻഡ് താങ്ക് യു സോ മച്ച് ദിയ ഫോർ കമ്മിങ് ഇൻ ടു അവർ ലൈഫ്. ഹാപ്പി ബർത്ത്ഡേ. കണ്ണൊക്കെ എന്താണ് അതിന്റെ? അവരുടെ ചൈൽഡ്ഹുഡിൽ കുറേ മെമ്മറീസ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് 2 ചേട്ടന്മാരാണ്. അവരുടെ കൂടെ ഇടികൂടി കളിച്ചതും ഇരുന്ന് കഴിച്ചതും അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോണതും. ഹലോ, ഇന്ന് ദിയയുടെ അച്ചു ഹായ്. അപ്പൊ ദിയയുടെ ബർത്ത്ഡേ ചെയ്തോണ്ടല്ല ഇന്ന് സ്കൂളിൽ വിടാഞ്ഞ്. ഫസ്റ്റ് ദിയക്ക് ഒരു കൺസൾട്ടേഷൻ ഉണ്ട്, ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഉണ്ട് പല്ലിന്റെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് പോകണം, സ്റ്റോളർ എടുക്കാം, അങ്ങോട്ട് പോകണം. അതിനുശേഷം ഞാൻ അച്ചുവിനെ സ്കൂളിലാക്കിയിട്ട് പോകാമെന്നാണ് കരുതിയേ. കാരണം ദിയാനെയും കൊണ്ടൊരു ഔട്ടിങ്. പക്ഷെ പിന്നെ കരുതി പാവല്ലേ അച്ചുവിനെയും കൂടെ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അച്ചുവിനെയും ദിയാനെയും കൊണ്ട് ഫസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയിട്ട് അതിനുശേഷം ഒരു ബർത്ത്ഡേ ഔട്ടിങ്. നമ്മുടെ കുട്ടികൾ ഇത്ര പെട്ടെന്നാണ് വലുതാവണല്ലേ. സോ ശരത്തിന് ഇന്ന് കുറേ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശരത്തിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ 3 പേരും കൂടെ ഇന്ന് ഒരു ഔട്ടിങ് പോവാണ്. നമ്മൾ ആദ്യം പോയതേ ഇതിപ്പോൾ എങ്ങനെ പറയാ? Tandläkare. ഇവിടെയാണ്. ഇവിടെ കുട്ടികൾക്കും 23 വയസ്സ് വരെയുള്ള യങ് അഡൾട്ട്സിനും ഡെന്റൽ കെയർ ഫ്രീ ആണ് കേട്ടോ. സോ ഐതർ നമുക്ക് അടുത്തുള്ള ഡെന്റൽ കെയറിൽ പോയി രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ 1177 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്സിന് അവർ നമുക്ക് അപ്പോയിൻമെന്റ് തരും. നമ്മളിത് ദിയയുടെ ചെക്കപ്പ് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് അത് ഉള്ളിൽ മൊത്തത്തിൽ ഫോട്ടോസ് എടുക്കാനായിട്ട് വെച്ചു. ദിക്ക് വേദനിച്ചായിരുന്നു. അത് വെച്ചപ്പോഴത്തേനും ഇത്തിരി വേദനിച്ചു അല്ലേ. 2 തവണ അവർ ട്രൈ ചെയ്തു. പിന്നെ ദിക്ക് വേദന എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നാൽ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഈ നെക്സ്റ്റ് ടൈം നമുക്ക് അപ്പോയിൻമെൻറ്റ് ഒരു ഡെൻറ്റിസ്റ്റ് ആയിട്ടാണ്. ഇപ്പോൾ അവർ ക്ലിനിക്കിലെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നത്. അപ്പോൾ ഇനി ദിക്ക് കുറച്ച് സമയം എടുത്തിട്ട് ഒരു ലോങ് ചെക്കപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി അവർ ബുക്ക് ചെയ്തിട്ട് തരും. ഇനി നമ്മൾ പോകുന്നത് സ്റ്റോക്ക്ഹോമിലോട്ടാണ്. ഞാൻ അവിടെ ഒരു സ്റ്റോക്ക്ഹോം സിറ്റി ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് 10:30 to 12 ആണ്, 1.5 hours ആണ്. അപ്പം ഇനി നേരെ നമുക്ക് അങ്ങോട്ട് പോകണം. നമ്മൾ എവിടെ പോകുന്നു, എത്ര പൈസ ചിലവാക്കുന്നു എന്നുള്ളത് ഒന്നുമല്ല കേട്ടോ. കുറേ നാൾ കഴിഞ്ഞ് നമ്മളും ഇവരും പിന്നീട് ചിന്തിക്കുമ്പോഴത്തേനും നല്ല കുറേ മെമ്മറീസിൻ്റെ കൂടെ ഈ ഒരു ദിവസം കൂടി ഉണ്ടാവുക. അതായിരുന്നു എൻ്റെ ഇൻറ്റൻഷൻ. കിംചി ചായ കൊണ്ട് ഷുപ്പമ്മേൻ്റെ കൊല്ലുമിട്ട് കേട്ടോ. ഓക്കെ, ആ ലിഫ്റ്റിലെവിടെയാണ് പോകേണ്ടത്. അച്ചു എന്തെന്ന് സ്കൂളിൽ പോകാൻ വെച്ചു മതിയാ. അപ്പോൾ അച്ചുവിനെ ആക്കിയിട്ട് പോകാമെന്നാണ് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്തത്. പിന്നെ ദിയയ്ക്കും കുറച്ചും കൂടെ ഇഷ്ടം ഒന്നിച്ച് പോകാനാണ് അല്ലേ. ദിയാണ് എന്നോട് പറഞ്ഞ അച്ചുവിനും കൂടെ കൂട്ടാൻ വന്നു അല്ലേ. ബർത്ത്ഡേ ആയിട്ട് എന്താ വേണ്ടത്? ഫുഡോ? എന്ത് ഫുഡാ? ഐസ്ക്രീം മതിയോ? മാത്രം മതിയോ? ഐസ്ക്രീമും ഫ്രഞ്ച് ഫ്രൈസും ഫാൻറ്റിയും. വെരി ഹെൽത്തി ഫുഡ് വാങ്ങിച്ചേട്ടോ. എന്ത് ഫുഡാണ് വേണ്ടേ? അച്ഛൻ്റെ കൊല്ലുമിഠായി ഉണ്ടാക്കി അച്ഛൻ്റെ ഉണ്ടാക്കി അച്ഛൻ്റെ ഉപ്പമ്മേൻ്റെ കൊല്ലുമിഠായി വേണ്ട. ഓക്കെ, എൻ്റെയും വല്യാൻ്റെയും കുഞ്ഞാൻ്റെ ഒക്കെ ചെറുതിലും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു കേട്ടോ. അതാ നോക്ക്, കുഞ്ഞാൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഫോട്ടോസാണിത്. ആ ഫോട്ടോസിനൊക്കെ എന്ത് ലൈഫാണ് അല്ലേ. സോ മൈ പാരൻസ് ഓൾവേസ് ട്രൈ ടു ഗിവ് മീ എ ലോട്ട് ഓഫ് മെമ്മറീസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. അപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ ചൈൽഡ്ഹുഡിലും കുറേ നല്ല ഓർമ്മകൾ കൊടുക്കാൻ തന്നെയാണ് ഞാനും ട്രൈ ചെയ്യാറുള്ളത്. സ്റ്റോക്ക്ഹോം എത്തിയപ്പോഴത്തേനും അച്ചുചേട്ടൻ നല്ല ഉറക്കായി കേട്ടോ. പുറത്ത് നല്ല തണവായതുകൊണ്ട് ഞാൻ ഗ്ലൗസും കാര്യങ്ങളൊക്കെ അച്ഛനിട്ട് കൊടുക്കുവാണ്.
നമ്മൾ സ്റ്റോക്ക്ഹോം എത്തി. അച്ചുചേട്ടൻ ഉറങ്ങി. ഞാനിവിടെ ഇവിടെ നമുക്കൊരു മീറ്റ് പോയിന്റ് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് സമയമുണ്ട് കേട്ടോ. 10:30 അവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ 10:15 ആയിട്ടുള്ളൂ. ഇത് ഫ്രീ വാക്കിംഗ് ടൂർ സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞിട്ട് നോർഡിക് ഫ്രീഡം ടൂർസിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ പല ദിവസങ്ങളിൽ പല സ്കെഡ്യൂളായിട്ട് ഇവിടെ കിടക്കുന്നുണ്ടാവും. നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. stockholmfreetour.com കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഡേറ്റ്സിന് ഏതൊക്കെ സമയത്താണ് ഇതുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. Little H&M's go out into the world. Today there are over 3,000 branches in over 75 different countries. At least 5 of these branches are on this street. 5 to 6 people ആണ് ഒരു സെക്ഷനിൽ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. 1840s, 1850s. Alfred Nobel's youth. Already as a child. പണ്ട് നമ്മൾ നോബൽ പ്രൈസിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ആ നോബൽ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 2 കൺട്രീസ് ആണ്. ഒന്ന് സ്വീഡനും ഒന്ന് നോർവേയും. പീസിനുള്ള പ്രൈസാണ് നോവൽ വെച്ച് നടക്കുന്നത്. ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, ലിറ്ററേച്ചർ, എക്കണോമിക്, സയൻസിൻ്റെ എല്ലാ നോബൽ പ്രൈസ് സെറിമണി നടക്കുന്നതും നിങ്ങൾ ഈ കാണുന്ന സ്റ്റോക്ക്ഹോം കോൺസെർട്ട് ഹാളിൽ വെച്ചാണ് അത്രേ. And they name the murderer. ഇനി ഞെട്ടിപ്പിക്കുന്ന ഒരു കഥ പറയാം. 1986 ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ഒലോഫ് പാൽമെ തൻ്റെ വൈഫിൻ്റെ കൂടെ സ്റ്റോക്ക്ഹോമിൽ ഒരു ഫിലിം കാണാനായിട്ട് വന്നായിരുന്നു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ഗൺമാൻ അടുത്ത് വന്ന് ഇദ്ദേഹത്തിനെ പുറകിൽ നിന്ന് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ടൂറ് കംപ്ലീറ്റ്ലി ഫ്രീ ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഗൈഡിന് നമുക്ക് വേണമെങ്കിൽ ടിപ്പ് കൊടുക്കാം. ഇവർ ഇത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമ്പോഴത്തേനും നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഇവർക്ക് കൊടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമാണ് അല്ലേ. സോ ചെറിയൊരു ടിപ്പോ നമ്മൾ അവർക്ക് കൊടുത്തിട്ടാണ് തിരിച്ചു വന്നത്. ഇത് സ്പെയിനിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ്. ഇതിൻ്റെ പേര് ചുറോസ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ പല ഡിപ്പിങ്സ് ഉണ്ട്, നമുക്ക് ഓപ്റ്റ് ചെയ്യാം. നമ്മൾ ഓപ്റ്റ് ചെയ്തത് ന്യൂട്ടെല്ലയാണ്. ഇനിയുണ്ട് ദിയ ചിട്ടായോ? ഇനിയുണ്ട്. തൊപ്പിയുള്ള കാര്യമൊക്കെ അച്ഛൻ മറന്നുപോയി. നേരെ എടുത്ത് വായിലിട്ടതും തൊപ്പിയിലോട്ടാണ് പോയത്. തൊപ്പി ഒരു തരണം. ഇനി നമ്മൾ പോകുന്നത് ഗലേറിയൻ മോളിലേക്കാണ് കേട്ടോ. സോ അവിടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഷോപ്പിംഗ്, ഡൈനിങ്, എന്റർടൈൻമെന്റ് ഓപ്ഷൻസ് എല്ലാം അവിടെ ഉണ്ട്. അച്ചു കണ്ടോ? അച്ചു എങ്ങനെയുണ്ട്? ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡെക്കറേഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കാണാനും എന്റർടൈൻമെന്റിനും ഒക്കെ ഒരു അടിപൊളി സ്പോട്ടായിരുന്നത്. എവിടെ പോണു അച്ചു? കാല് വേദനിരിക്കണ്ട, അവിടെ പോയി ഇരിക്കാൻ പോവാണ് അല്ലേ? അയ്യോ പതുക്കെ, അയ്യോ അയ്യോ. നമുക്ക് ഇഷ്ടപ്പെട്ടോ? പോണ്ട അച്ചു? ഇവിടെ ഇരിക്കണോ? കുറച്ചേരം ഇരിക്കണോ? നീക്ക് ബർത്ത്ഡേ ആയിട്ട് ഇത് കളിക്കണമെന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ. കളിക്കോ? വിൻ ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇറ്റ്സ് ഓക്കെ. ആ അടിപൊളി ദിയ. കളിക്കാച്ചു അമ്മ വേണ്ട. Wow!
ഗുഡ്. അടി. ഇത് വേണ്ടാക്കുന്നു വേറെ മതി. വന്നേ വാ. ഇത് അങ്ങനെ കിട്ടില്ല, അവര് തരണതാ വാങ്ങാൻ പറ്റില്ലോട്ടാ. ഹാപ്പി അച്ചു. അങ്ങനെ കുറച്ച് നേരം നമ്മളിവിടെ കറങ്ങി കഴിഞ്ഞ് നേരെ പോയത് ഐക്കയിലാണ് ഫുഡ് കഴിക്കാനായിട്ട്. നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. നമ്മുടെ നമ്പർ ഈസ് 332. അവിടെ വന്നിട്ടേ ഇല്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 minutes ആയി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, വിശക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ടാണ്. ആ ഒരു ഷോർട്ട് ട്രാവലിങ്ങിൽ നമ്മൾ എവിടം വരെ പോകുന്നുള്ളതും ഡൗട്ടാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആവശ്യമുള്ള ഒരുപാട് സമയങ്ങളുണ്ട് കേട്ടോ. എല്ലാ സമയത്തും നമുക്ക് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന സമയമൊക്കെ നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. വീട്ടിലിരുന്നത് നമുക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇടയ്ക്ക് കുട്ടികളെ കൊണ്ട് പുറത്തൊക്കെ പോകുന്നത് അവർക്കും നമുക്കും ഭയങ്കര റിലാക്സേഷനാണ്. ബിക്കോസ് അതിനിടയിൽ വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ലല്ലോ. കുക്കർ വിസിലടിക്കുമ്പോൾ പോകണ്ട, വാഷ് ചെയ്യാനായിട്ട് പോകണ്ട. ഹാപ്പി ബർത്ത്ഡേ. ഇതെന്താണ് അച്ഛൻ മുഖത്തൊക്കെ? നമ്മുടെ ഇടയിലൊക്കെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ജനിക്കാൻ പോണേന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലേ. പക്ഷേ ടു ഗെറ്റ് എ ഡോട്ടർ ഈസ് എന്താ പറയുക, എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അച്ചു ചിലപ്പോൾ അത്രയും വലുതാവാത്തത് കൊണ്ടായിരിക്കും കേട്ടോ. ഹീ ഈസ് ഓൾസോ വെരി ലവബിൾ. പക്ഷേ ദിയ കെയർ ചെയ്യുന്ന രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വയ്യാത്ത സമയത്തൊക്കെ എൻ്റെ അമ്മയൊക്കെ എന്നെ എങ്ങനെയാണ് നോക്കുന്നത് അതേപോലെ ദിയ കെയർ ചെയ്യാറുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ദിയ ഫോർ കമ്മിങ് ഇൻ ടു അവർ ലൈഫ്. ഹാപ്പി ബർത്ത്ഡേ ദിയ. ഇഷ്ടപ്പെട്ടോ ബർത്ത്ഡേ? എങ്ങനെയുണ്ട്? ആണച്ചത് എങ്ങനെയുണ്ട് അച്ചു? കണ്ണൊക്കെ എന്താണോ നിന്റെ? സമയം 3:30. ഈ കൂട്ടത്തിൽ ഞാൻ മാത്രം ടയേർഡായിട്ടോ. ഇവർക്ക് യാതൊരു വിധ കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് പോകണം. ഞാൻ അത്യാവശ്യം നല്ല ടയേർഡായി. ഇനി വീട്ടിൽ പോകണം, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം, ഡിന്നർ ഉണ്ടാക്കണം. അങ്ങനെ അപ്പം ഇന്ന് ദിയയ്ക്ക് വേണ്ടിയുള്ളൊരു ദിവസമായിരുന്നു. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ബർത്ത്ഡേയ്സ് സ്പെഷ്യലാക്കി കൊടുക്കുക. എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അവരുടെ ചൈൽഡ്ഹുഡിൽ കുറേ മെമ്മറീസ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ബിക്കോസ് എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ എനിക്ക് ആലോചിക്കുമ്പോഴത്തേനും നല്ല നല്ല കുറേ മെമ്മറീസ് ഉണ്ട്. എനിക്ക് 2 ചേട്ടന്മാരാണ്. അവരുടെ കൂടെ ഇടികൂടി കളിച്ചതും പിന്നെ അങ്ങനെ ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ട്. കസിൻസിൻ്റെ കൂടെ രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് ഒളിച്ച് കളിച്ചതും അതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ നിൽക്കാറുള്ളത് മാമയാണ്, അമ്മയുടെ അനിയത്തി. ആൻഡ് ഷീ ഈസ് ലൈക്ക് മൈ സെക്കൻഡ് മോം. പിന്നെ കശുമാങ്ങ മരത്തിൽ കയറി കശുമാങ്ങ ഒക്കെ പറിച്ച് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചതും അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോണതും ആൻഡ് ദാറ്റ് ഓൾ ആർ വെരി സ്വീറ്റ് ആൻഡ് സ്റ്റിൽ റിയലി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ ഒത്തിരി വിഷസ് ഒന്നും ദീക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആസ് എ പാരൻസ് വി ആർ വെരി ഹാപ്പി ദാറ്റ് ഷീ ഈസ് വൺ ഓഫ് ദ ഡിയറസ്റ്റ് ചൈൽഡ് ഇൻ അവർ ഫാമിലി. സോ താങ്ക് യു സോ മച്ച്. ബൈ.